Hi all, hope each and everyone is doing well and good, and it is me Dr. Amrita here. So ഇന്നത്തെ വീഡിയോ മലയാളത്തിലാണ്. ഇത് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാം അല്ലേ, കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ട്രിവാൻഡ്രത്തോട്ട് വന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പബ്ലിക് ഹോളിഡേ ഒക്കെ കിട്ടി, നല്ലൊരു സന്തോഷകരമായ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്, ഹോംലി വ്ലോഗാണ്. എനിക്ക് ആക്ച്വലി ഹോംലി വീഡിയോസ് ഒന്നും ചെയ്തിട്ട് അറിയത്തില്ല, ശീലമില്ല. പക്ഷെ എന്നാലും എൻ്റെ ലൈഫിൽ ഒരു ചെറിയൊരു സ്പെഷ്യൽ മൊമെൻറ്റാണ്. കാരണം ഞാൻ ആദ്യമായി നട്ട ഒരു ചെടിയിൽ നിന്ന് ഒരു ഫ്രൂട്ട് വന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഒരു 3 വർഷം മുൻപ് ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി മേടിച്ചു. പിന്നെ ചെടി നോക്കാൻ സമയമൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് ഒരു പോട്ടിലാണ് മേടിച്ചത്. അത് അതുപോലെ വെച്ചു. കാരണം എൻ്റെ അമ്മൂമ്മക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂമ്മ ടയറിൽ വെച്ചിട്ട് ആളെ കൊണ്ട് നിർത്തി കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇട്ടു. പക്ഷേ അമ്മൂമ്മയുടെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് പിടിക്കുന്നതിന് മുൻപ് എന്തോ ഭാഗ്യത്തിന് എൻ്റെ വീട്ടിൽ പിടിച്ചു. മേ ബി സോയിലിൻ്റെ ഗുണം കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അതൊന്നും കെയർലെസ്ലി ഇങ്ങനെ ജസ്റ്റ് ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്നത്, ഫസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് അത് പറിക്കുന്നതും ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. ഹോപ്പ് യു വിൽ എൻജോയ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ, ആ കാണുന്നതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. ഇതിൻ്റെ എവിടെയാണ് ഈ പോട്ട് ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താ താഴെ കാണുന്നതാണ് പോട്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ പടർന്ന് ഈ കാണിച്ചിരിക്കുന്ന മതിൽ എൻ്റെതാണ്. ഇതുവഴി പടർന്ന് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മതിലിൽ കഴിഞ്ഞ് അപ്പുറത്തെ വീട്ടിൻ്റെ പേരയുടെ അതുവഴി പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡ് നോക്കുമ്പോൾ അത് വീണ്ടും ഇങ്ങനെ പടർന്ന് അപ്പുറത്തെ വീട്ടിലോട്ടും കയറാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് പറിച്ചാലോ? അപ്പോൾ ഞാൻ പറിക്കാൻ പോവാണ്. ഇത് ആക്ച്വലി പറിക്കേണ്ട വിധമൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല പഴുത്തതായതുകൊണ്ട് ഇങ്ങ് പെട്ടെന്ന് വന്നു കേട്ടോ. പക്ഷേ കുറച്ച് ഭാഗം അവിടെ ആയിപ്പോയി, ആ ഞെട്ടിൻ്റെ ഭാഗം. പക്ഷെ കുറച്ചേ പോയിട്ടുള്ളൂ, എന്നാലും കുറച്ച്. അത് വേണമെങ്കിൽ ചെറിയ കിളികൾക്കോ ഒക്കെ കഴിക്കാമല്ലോ. നമ്മൾ കുറച്ച് ഭാഗം കിളികൾക്കും കൂടെ വയ്ക്കണമല്ലോ. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാനുള്ള മാർഗത്തിലോട്ട് കിടക്കുകയാണ്. ജസ്റ്റ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ മെയിൻലി ഉള്ളതെന്ന് വെച്ചാൽ ഫൈബേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ, മെയിൻലി മലബന്ധം അങ്ങനെയുള്ളത് തടയാൻ ഏറ്റവും ഉത്തമമാണ്. പിന്നെ അതിൽ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ എ കണ്ണിന് നല്ല കാഴ്ചയ്ക്ക് നല്ലതാണ്. വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട്, ഫുള്ളി ഹൈഡ്രേഷനാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി ഇസ് എ മെയിൻ. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ല. പിന്നെ അനീമിയ പ്രിവെൻറ്റ് ചെയ്യാം, കാരണം അയൺ എമൗണ്ടും ഉണ്ട്, അയൺ റിച്ച് സോഴ്സ് ആണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ബ്ലഡ് പ്രഷർ റെഗുലേഷൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഹൃദ്രോഗത്തിനും കാർഡിയോ വാസ്കുലാറിനും വളരെയധികം റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നത് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. നമ്മുടെ ബോഡിയിൽ നല്ല സെല്ലുകൾക്കൊക്കെ ഭയങ്കര നല്ലതാണ്. മെയിൻലി വൈറ്റമിൻ എൻറിച്ച്ഡ് ആണ്. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മെഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മെഗ്നീഷ്യം നമ്മുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ് നമ്മുടെ ഫൈബ്രോമയാൽജിയ. അപ്പോൾ ഫൈബ്രോമയാൽജിയയിൽ ഭയങ്കര സ്റ്റഡീസൊക്കെ പറയുന്നത് മെഗ്നീഷ്യം ഹാവ് എ വെരി ഗുഡ് റോൾ എന്നാണ് പറയുന്നത്. ആ മസിലിൻ്റെ ആ ക്ഷീണം, നമ്മൾ കുറേ നേരം ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഭയങ്കര തളർച്ച വരിക, അപ്പോൾ ആ ഒരു ലോക്കോമോട്ടറിക്ക് വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ മെഗ്നീഷ്യം എലമെൻറ്റ്. അപ്പോൾ ആ മെഗ്നീഷ്യം ഒരുപാട് കൂടുതലായിട്ട് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കുറേ പേര് ഐസ്ക്രീം പോലെ ഷേക്സ് ഒക്കെ ആക്കി കഴിക്കുന്നത് കാണാറുണ്ട്. പിന്നെ അതൊക്കെ ഭയങ്കര നൈസാണ്. പിന്നെ ഇത് കഴിച്ചപ്പോൾ സത്യം പറയട്ടെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ആദ്യം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, ബിക്കോസ് ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. പക്ഷെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റിനേക്കാളും ഭയങ്കര ടേസ്റ്റ്. കാരണം നമ്മളിപ്പം നാക്കിൽ വെക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഷേക്സ് ആക്കി കഴിക്കാറുണ്ട്. ഭയങ്കര സൂപ്പറായിരുന്നു. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേ വീണ്ടും വീണ്ടും കഴിക്കണം എന്നൊരു തോന്നൽ ആക്ച്വലി ഡ്രാഗൺ ഫ്രൂട്ടിനുണ്ടായിരുന്നു. പക്ഷെ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ഇറ്റ്, ആൻഡ് ഇറ്റ്സ് മീ ഡോക്ടർ അമൃത ഹിയർ. താങ്ക് യു all for watching my channel, and if you're new to my channel, please do guys subscribe.